നിങ്ങളത് എഴുതുമ്പോൾ നിങ്ങളത് വിഷ്വലൈസ് ചെയ്യണം. അതായത് ഭയങ്കര ഹാപ്പി ആയിട്ട്, ഭയങ്കര പ്ലസൻ്റായിട്ട് നിങ്ങളുടെ ആ ആഗ്രഹം നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെങ്ങനെ നിങ്ങൾ റിയാക്റ്റ് ചെയ്യും എന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റിൽ നിങ്ങൾ ഓരോ ആഗ്രഹങ്ങളും എഴുതുമ്പോൾ വിഷ്വലൈസേഷൻ ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അതായത് നിങ്ങളുടെ മനസ്സിൽ നിങ്ങളത് ചിന്തിക്കണം, നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടന്നു കഴിഞ്ഞു എന്നുള്ളത്. അങ്ങനെ ഒരു 8 ആഗ്രഹങ്ങൾ നിങ്ങൾ എഴുതുക. 8 ആഗ്രഹം 8 ദിവസവും എഴുതണം. ഇപ്പം നിങ്ങൾ ചൂസ് ചെയ്യാൻ നിങ്ങൾക്കൊരു സമയമില്ല, നിങ്ങൾക്ക് ഈ 8 എഴുതാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 7 മണിക്കോ നിങ്ങളുടെ ആ ഒരു രാവിലെ 8 തൊട്ട് വൈകിട്ട് 8 വരെ ഇതിനുള്ള ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങൾ എഴുതിയാൽ മതി. നോട്ട് ചെയ്യുക, രാവിലെ 8 തൊട്ട് വൈകിട്ട് 8 വരെ ഇതിലേതെങ്കിലും ഒരു സമയം നിങ്ങൾ എഴുതിയാലും മതി. പക്ഷേ നിങ്ങളിപ്പോൾ ഇന്ന് 10 മണിക്ക് എഴുതുകയാണെങ്കിൽ നാളെ 10 മണിക്ക് തന്നെ എഴുതാൻ നോക്കുക. അത് രാവിലെ 10 മണി കേട്ടോ. അല്ലെങ്കിൽ ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് എഴുതുകയാണെങ്കിൽ നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക് തന്നെ എഴുതാൻ ട്രൈ ചെയ്യണം. അത് ഇത്തിരി ഇത്തിരി ഇമ്പോർട്ടൻ്റ് ആണ് ഇതിനകത്ത്, അതുകൊണ്ടാണ്. ഓക്കെ, ഇതെല്ലാം നിങ്ങളുടെ ആഗ്രഹങ്ങൾ 8 ആഗ്രഹങ്ങൾ ഈ പറഞ്ഞ രീതിയിൽ സെൻറ്റൻസ് കൺസ്ട്രക്റ്റ് ചെയ്ത് ഹാപ്പി ആയിട്ട് വിഷ്വലൈസ് ചെയ്ത് 8 ദിവസം എഴുതിയതിന് ശേഷം 9ാമത്തെ ദിവസം നിങ്ങൾക്ക് 2 വേയിൽ ഇത് സൂക്ഷിച്ച് വയ്ക്കാം. ഒന്നില്ലെങ്കിൽ നിങ്ങൾക്കത് നിങ്ങളുടെ ജേണലിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഡ്രീം ജേണലിലോ നിങ്ങളത് ഈ 8 പേപ്പേഴ്സ് ആരും കാണാതെ നിങ്ങൾക്ക് സൂക്ഷിച്ച് വയ്ക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഈവൻ നിങ്ങളുടെ ജേണലിൽ എഴുതിയാലും മതി കേട്ടോ. പേപ്പറിൽ എഴുതണമെന്നില്ല. ഇപ്പോൾ ബുക്കിലാകുമ്പോൾ നിങ്ങൾ ഇത്രയും വലിയ പേപ്പറിൽ എഴുതുമ്പോൾ നിങ്ങൾക്ക് സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നിങ്ങളെന്ത് ജേണലിൽ തന്നെ എഴുതിയാലും മതി. അതല്ല, പേപ്പറിൽ എഴുതുന്നവരാണെങ്കിൽ 9ാമത്തെ ദിവസം അത് കത്തിച്ച് കളഞ്ഞ് അതിൻ്റെ ചാരം യൂണിവേഴ്സിലോട്ട് വിടുക. ബാക്കി യൂണിവേഴ്സ് നോക്കിക്കോളും. അങ്ങനെയാണ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ എല്ലാവർക്കും ഇത് ടെക്നിക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നല്ല ഹാപ്പി ആയിട്ടിരിക്കുക, ഒരു കാമായിട്ടുള്ളൊരു പ്ലേസ് നിങ്ങളെ കണ്ടെത്തുക, സമാധാനപരമായിട്ടുള്ള അറ്റ്മോസ്ഫിയർ കണ്ടെത്തുക, ആരുടെയും ഡിസ്റ്റർബൻസ് ഇല്ലാത്തൊരു സമയം കണ്ടെത്തുക. ഒപ്പം നിങ്ങളുടെ മൈൻഡ് വളരെ പീസ്ഫുള്ളായിരിക്കണം, നെഗറ്റീവ് ചിന്തകൾ മാറ്റണം. ഓക്കെ, അപ്പോൾ എടുക്കേണ്ട സമയം രാവിലെ 8 അല്ലെങ്കിൽ രാത്രി 8. ഈ 2 സമയവും നിങ്ങൾക്ക് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ രാവിലെ 8 മണി മുതൽ വൈകിട്ട് 8 മണിക്കുള്ളിലൊരു സമയം ചൂസ് ചെയ്യുക. ഇന്ന് എഴുതുന്ന സമയത്ത് തന്നെ നാളെ എഴുതാൻ ശ്രമിക്കുക. ആദ്യത്തെ 8 ആഗ്രഹങ്ങൾ എടുക്കുക. നിങ്ങളുടെ പ്രയോറിറ്റി അനുസരിച്ച് ആ ആഗ്രഹങ്ങൾ എഴുതുക. ആദ്യം ഏറ്റവും അടുത്ത് നടക്കേണ്ടത് ആദ്യം എഴുതുക. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ സെൻറ്റൻസ് കൺസ്ട്രക്റ്റ് ചെയ്യേണ്ട രീതി അറിയാലോ. ഐ എം സോ ഹാപ്പി ആൻഡ് ഗ്രേറ്റ്ഫുൾ എന്ന് പറഞ്ഞ് തുടങ്ങുക. ഭയങ്കര പോസിറ്റീവായിട്ട് എഴുതുക. നിങ്ങളുടെ ആഗ്രഹം നടന്ന പോലെ എഴുതുക. ലാസ്റ്റ് ആ സെൻറ്റൻസിൻ്റെ അവസാനം താങ്ക് യു യൂണിവേഴ്സ്. ഓരോന്ന് എഴുതുമ്പോഴും നിങ്ങളുടെ ആ ഹാപ്പിനെസ് ആ സെൻറ്റൻസിൽ വന്നുകൊണ്ടേയിരിക്കണം. നിങ്ങൾക്കിത് ഒന്നില്ലെങ്കിൽ നിങ്ങളുടെ ഡ്രീം ജേണലിൽ എഴുതാം, എന്നിട്ട് അത് സൂക്ഷിച്ച് വയ്ക്കുക. ഡ്രീം ജേണലെല്ലാം ബുക്കിലല്ല എഴുതുന്നത്. അതല്ല എന്നുണ്ടെങ്കിൽ പേപ്പറിലാണെങ്കിൽ അത് 8 ദിവസം ആ 8 പേപ്പറിൽ എഴുതിയതിന് ശേഷം 9ാമത്തെ ദിവസം അത് നിങ്ങൾ കത്തിച്ച് കളഞ്ഞ് അതിൻ്റെ ചാരം യൂണിവേഴ്സിലേക്ക് വിടുക. ഇതാണ് നമുക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.